ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. മൻ കി ബാത്തിന്റെ 126 പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. കരൂരിൽ തമിഴക വെട്രിക്കഴകം റാലിക്കിടെ തിക്കിലും തിരക്കിലും മരിച്ചവരുടെ എണ്ണം 39ആയി. അപകട സാഹചര്യം പരിശോധിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. സ്വാതന്ത്ര്യം ലഭിച്ച നാൾ മുതൽ ഇന്ത്യ ഭീകരവാദത്തിനെതിരെ പ്രവർത്തിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. UN രക്ഷാസമിതിയിലെ ഇന്ത്യൻ സ്ഥിരം അംഗത്വത്തിനുള്ള പിന്തുണ ആവർത്തിച്ച് റഷ്യ. ഏഷ്യാകപ്പ് T20 ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ പാക് പോരാട്ടം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 126 പതിപ്പ് ഇന്ന് രാവിലെ 11-ന് ദൂരദർശന്റെയും ആകാശവാണിയുടെയും മുഴുവൻ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. പരിപാടിയുടെ മലയാള പരിഭാഷയും തുടർന്ന് കേൾക്കാം. തമിഴ്നാട്ടിലെ കരൂരിൽ തമിഴക വെട്രിക്കഴകം അധ്യക്ഷനും നടനുമായ വിജയ് സംഘടിപ്പിച്ച റാലിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും മരിച്ചവരുടെ എണ്ണം 39ആയി. 50-ലധികം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും നൽകും. സംഭവം അന്വേഷിക്കാൻ വിരമിച്ച ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് അരുണ ജഗദീശിന്റെ നേതൃത്വത്തിൽ കമ്മീഷനെ നിയോഗിച്ചു. കരൂരിൽ റാലിക്കിടെ അപകടമുണ്ടായ സാഹചര്യം പരിശോധിക്കാനും ദുരന്തത്തെ തുടർന്ന് സ്വീകരിച്ച രക്ഷാ ദുരിതാശ്വാസ നടപടികളുടെ വിശദാംശങ്ങൾ നൽകാനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തമിഴ്നാട് സർക്കാരിനോട് നിർദ്ദേശിച്ചു. അപകടത്തിൽ നടൻ വിജയ് അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. കരൂർ അപകടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ അനുശോചിച്ചു. സംഭവം അതീവ ദുഃഖകരമാണെന്നും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും രാഷ്ട്രപതി പറഞ്ഞു. ദുരന്തബാധിതർക്ക് ഈ പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യാനുള്ള ശക്തി ഉണ്ടാകട്ടെയെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ദുരന്തത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരും അനുശോചനം രേഖപ്പെടുത്തി. സഹായം വാഗ്ദാനം ചെയ്ത് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന് മുഖ്യമന്ത്രി കത്തയച്ചു. സ്വാതന്ത്ര്യം ലഭിച്ച നാൾ മുതൽ ഇന്ത്യ ഭീകരവാദത്തിനെതിരെ പ്രവർത്തിക്കുന്നതായും ആഗോള ഭീകരവാദത്തിന്റെ കേന്ദ്രമാണ് ഇന്ത്യയുടെ അയൽപക്കമെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. UN പൊതുസഭയുടെ 80ാമത് സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. UN തയ്യാറാക്കിയ ഭീകരരുടെ പട്ടികയിൽ കൂടുതലും ഒരൊറ്റ രാജ്യത്തെ ഭീകരരാണെന്നും അദ്ദേഹം പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണം ഇതിനുദാഹരണമാണെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. The most recent example of cross-border barbarism was the murder of innocent tourists in Pahalgam in April this year. India exercised its right to defend its people against terrorism and brought its organizers and perpetrators to justice. Because terrorism is a shared threat, it is essential that there is much deeper international cooperation. വിമുക്ത സൈനിക ക്ഷേമ വകുപ്പ് സംഘടിപ്പിക്കുന്ന ദേശീയ കോൺക്ലേവ് 2025 രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ ഉദ്ഘാടനം ചെയ്യും. വികസിത ഭാരതവും വിമുക്ത സൈനിക ക്ഷേമവും എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ കോൺക്ലേവിൽ രാജ്യത്തുടനീളമുള്ള സംസ്ഥാന, ജില്ലാ സൈനിക ബോർഡുകളുടെ പ്രതിനിധികൾ പങ്കെടുക്കും. UN രക്ഷാസമിതിയിലെ ഇന്ത്യൻ സ്ഥിരം അംഗത്വത്തിനുള്ള പിന്തുണ ആവർത്തിച്ച് റഷ്യ. നിലവിലെ ആഗോള സാഹചര്യത്തിനനുസരിച്ച് രക്ഷാസമിതിയിൽ പരിഷ്കാരങ്ങൾ വേണമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലവ്റോവ് 80ാമത് UN പൊതുസഭയിൽ അഭിപ്രായപ്പെട്ടു. ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ സ്ഥിരം അംഗത്വം വേണമെന്ന ഇന്ത്യയുടെയും ബ്രസീലിന്റെയും ആവശ്യം റഷ്യ പിന്താങ്ങുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ സമഗ്ര പരിഷ്കരണത്തിന് പിന്തുണ നൽകുന്നതായും ഇന്ത്യയെയും ജപ്പാനെയും സ്ഥിരാംഗങ്ങളായി ഉൾപ്പെടുത്തണമെന്നും ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെ ആവർത്തിച്ചു. ഹിമാചൽ പ്രദേശിലെ ശീതമരുഭൂമി ജൈവ സംരക്ഷണ മേഖല യുനെസ്കോ പട്ടികയിൽ. ചൈനയിലെ ഹാങ്ഷുവിൽ നടന്ന വേൾഡ് കോൺഗ്രസ് ഓഫ് ബയോസ്ഫിയർ റിസർവിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. ആൽപൈൻ പുൽമേടുകൾ, ഹിമപ്പുലി, ഹിമാലയൻ കാട്ടാട് എന്നിവയ്ക്ക് പേരുകേട്ടതാണ് പ്രദേശം. വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവ് പട്ടികയിൽ ഉൾപ്പെടുന്ന ഇന്ത്യയുടെ 13ാമത് പ്രദേശമാണ് ഇത്. സേവാ പർവിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയെക്കുറിച്ചുള്ള പ്രത്യേക ചർച്ചയുടെ 2ാം ഭാഗം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30 പ്രക്ഷേപണം ചെയ്യും. വിഴിഞ്ഞം ICAR സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ സൂര്യ S സംസാരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ബീഹാർ സന്ദർശിക്കും. പട്നയിൽ നടക്കുന്ന ഉന്മേഷ അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. മുസാഫർപൂരിൽ ചാമുണ്ഡദേവി ക്ഷേത്രത്തിലും ശ്രീ രാധാകൃഷ്ണൻ ദർശനം നടത്തും. GST പരിഷ്കാരങ്ങൾ സമൂഹത്തിലെ എല്ലാ തട്ടിലുമുള്ള ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്നു. രാജ്യത്തെ നികുതി വ്യവസ്ഥ ലളിതമാക്കാനുള്ള പ്രധാന ചുവടുവയ്പ്പുകളിൽ ഒന്നായിരുന്നു GST പരിഷ്കരണം. AC, ഡിഷ് വാഷർ, വലിയ LCD, LED ടിവികൾ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ GST നിരക്കുകൾ 28 നിന്ന് 18% കുറച്ചത്. കേരളത്തിൽ ബാർ ഹോട്ടലുകളിൽ GST വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ കോടികളുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തി. ഓപ്പറേഷൻ പ്രാൻസിംഗ് പോണി എന്ന പേരിൽ നടത്തുന്ന പരിശോധനയുടെ ഭാഗമായി 45 ബാർ ഹോട്ടലുകളിൽ 127.46 കോടിയുടെ വിറ്റുവരവ് വെട്ടിപ്പും 12 കോടിയുടെ നികുതി വെട്ടിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കിയ കേന്ദ്ര സർക്കാർ അടൽ പെൻഷൻ യോജനയിലൂടെ അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷ ശക്തിപ്പെടുത്തിയത് സംബന്ധിച്ചാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്. രാജ്യത്തെ അസംഘടിത തൊഴിലാളികളുടെ പ്രവർത്തന മേഖലയിലെ അപകട സാധ്യതയും വിരമിച്ച ശേഷമുള്ള സാമ്പത്തിക സുരക്ഷയും കണക്കിലെടുത്ത് 2015 മെയ്യിലാണ് അടൽ പെൻഷൻ യോജന ആരംഭിച്ചത്. വിരമിക്കലിനായി സ്വമേധയായുള്ള സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് പദ്ധതി. വാർദ്ധക്യത്തിൽ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പദ്ധതിയിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. 60 साल की उम्र होने के बाद आपको पेंशन मिलना शुरू हो जाएगा. सरकार उसमें पैसे डालेगी और आपको कभी बुढ़ापे में किसी के पास हाथ फहराने की नौबत नहीं आएगी. आपका बुढ़ापा भी सीख जाए. आप कल्पना कर सकते हैं एक एक जीवन सुरक्षित बनाने के लिए किस प्रकार से काम किया जाता है. इन काम को लेकर के हम चले हैं. ഇതുവരെ 8 കോടിയിലേറെ പേർ പെൻഷൻ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഇതിൽ ഏകദേശം 48% സ്ത്രീകളാണ്. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കലാശ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8-നാണ് മത്സരം. ഏഷ്യ കപ്പിന്റെ 41 വർഷ ചരിത്രത്തിനിടെ ഇതാദ്യമായാണ് ഇരു ടീമുകളും ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. ഇന്ത്യ 8 തവണ കിരീടം ചൂടിയിട്ടുണ്ട്. 2000, 2012 എന്നീ വർഷങ്ങളിലെ ജയത്തിനു ശേഷം 3ാം കിരീടം തേടിയാകും പാകിസ്ഥാൻ ഇന്ന് ഇറങ്ങുക. സാഫ് അണ്ടർ-17 ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയ്ക്ക്. കൊളംബോയിൽ നടന്ന കലാശ പോരാട്ടത്തിൽ ബംഗ്ലാദേശിനെയാണ് ഇന്ത്യ കീഴടക്കിയത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-1-നാണ് ഇന്ത്യയുടെ വിജയം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരള രാജ്ഭവൻ സംരംഭമായ ഇൻഹൌസ് ജേണൽ രാജഹംസിന്റെ പ്രകാശനം ഇന്ന് രാവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന്റെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. രാജ്ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ശശി തരൂർ MP ആദ്യ പ്രതി ഏറ്റുവാങ്ങും. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ഹൃദയാഘാത പ്രഥമ ശുശ്രൂഷയായ CPR പരിശീലന ബോധവൽക്കരണ യജ്ഞം ഹൃദയപൂർവ്വത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. നിയമസഭ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് പരിപാടി. അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച റാന്നി പെരുന്നാട് സ്വദേശിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. നിലവിൽ രോഗി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. രോഗ ഉറവിടം കണ്ടെത്താൻ ഇദ്ദേഹത്തിന്റെ വീട്ടിലെയും ജോലിസ്ഥലത്തെയും വെള്ളത്തിന്റെ സാമ്പിളുകൾ തിരുവനന്തപുരം റീജിയണൽ പബ്ലിക് ഹെൽത്ത് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ഇന്ന് ലോക പേവിഷബാധ ദിനം. രോഗത്തെക്കുറിച്ച് അവബോധം നൽകാനും അതിന്റെ പ്രതിരോധത്തിനും നിയന്ത്രണത്തിനും ഊന്നൽ നൽകാനുള്ള ആഗോള ദിനമാണ് ഇന്ന്. പ്രധാന വാർത്തകൾ വീണ്ടും. മൻ കി ബാത്തിന്റെ 126ാം പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. കരൂരിൽ തമിഴക വെട്ടിക്കഴകം റാലിക്കിടെ തിക്കിലും തിരക്കിലും മരിച്ചവരുടെ എണ്ണം 39ആയി. അപകട സാഹചര്യം പരിശോധിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. സ്വാതന്ത്ര്യം ലഭിച്ച നാൾ മുതൽ ഇന്ത്യ ഭീകരവാദത്തിനെതിരെ പ്രവർത്തിക്കുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. UN രക്ഷാസമിതിയിലെ ഇന്ത്യൻ സ്ഥിരം അംഗത്വത്തിനുള്ള പിന്തുണ ആവർത്തിച്ച് റഷ്യ. ഏഷ്യ കപ്പ് T20 ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ പാക് പോരാട്ടം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.